കണ്ണൂരിൽ പിണറായിയുടെ വീടിന് 10 വർഷമായി തുടരുന്ന അധിക പോലീസ് സുരക്ഷ ഒഴിവാക്കും. പ്രതിപക്ഷ നേതാവായിട്ടും പിണറായിയുടെ വീടിന് കാവൽ തുടരുകയായിരുന്നു. അസൗകര്യങ്ങളിലാണ് 6 പോലീസുകാർ ഇവിടെ ജോലി ചെയ്തതെന്ന് ജനം TV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. മിഥുൻ പിള്ള വിശദാംശങ്ങൾ നൽകാൻ റെഡിയാണ് കണ്ണൂരിൽ നിന്നും. മിഥുൻ, ഈ പ്രതിപക്ഷ നേതാവായിട്ടും അംഗരക്ഷകരും അതോടൊപ്പം തന്നെ അനാവശ്യമായ പോലീസ് കാവലുമൊക്കെ പിണറായിയുടെ വീടിന് തുടരുന്നുവെന്ന വാർത്ത നമ്മളാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ടത്. ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായും ഗൗതം, അധിക സുരക്ഷ ഒഴിവാക്കാനുള്ളൊരു നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സംസ്ഥാനതല സെക്യൂരിറ്റി കമ്മിറ്റി, പോലീസിന്റെ തന്നെ സംസ്ഥാനതല സെക്യൂരിറ്റി കമ്മിറ്റി യോഗം ചേർന്നാണ് അത്തരമൊരു തീരുമാനം എടുക്കുക. നമുക്കറിയാം, കണ്ണൂർ പിണറായി പാണ്ഡ്യാലമുക്കിലെ വീട്ടിന് മുന്നിലാണ് ഇത്തരത്തിലൊരു സുരക്ഷ കഴിഞ്ഞ 10 വർഷമായി ഒരു പോലീസ് ജീപ്പും ഏതാനും പോലീസുകാരും നൽകിക്കൊണ്ടിരിക്കുന്നത്. പോലീസുകാർക്ക് അടിസ്ഥാന സൗകര്യം പോലും ഇല്ല, അതായത് ശുചിമുറി ഉപയോഗിക്കാൻ പോലും പറ്റാത്തൊരു ഗതികേടിലാണ് അവിടെ ഇത്തരമൊരു സുരക്ഷ നൽകിക്കൊണ്ടിരുന്നത്. കൂടാതെ അവർക്ക് ശുചിമുറി ആവശ്യം വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ത്രിവേണി സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീടുകളോ ഇതിനായി ആശ്രയിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് അവിടുത്തെ പോലീസുകാർക്കുണ്ടായിരുന്നു. അതായത് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും ഒരു പരാതി പോലും പറയാൻ സാധിക്കാത്തൊരു പ്രയാസത്തിലാണ് ഇത്രയും പോലീസുകാർ അവിടെ നിന്നിരുന്നത്. ആ പശ്ചാത്തലത്തിൽ നമ്മളടക്കം മാധ്യമങ്ങൾ ഈ സംഭവം വാർത്തയാക്കുകയും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് അധിക സുരക്ഷ ഒഴിവാക്കുന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. സംസ്ഥാനതല സെക്യൂരിറ്റി കമ്മിറ്റി ഉടൻ യോഗം ചേർന്നതിൽ തീരുമാനമുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അന്ന്, അതായത് പിണറായിക്ക് ഇത്തരത്തിൽ ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായിയുടെ വീടിന് പോലും ഇത്തരത്തിലൊരു സുരക്ഷ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നത്. അതിനാണ് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്. ഗൗതം, ഓക്കെ മിഥുൻ, എന്തായാലും പിണറായി വിജയന്റെ ധർമ്മടത്തെ വസതിയിലുള്ള അനാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒഴിവാക്കും. ജനം TV കഴിഞ്ഞ ദിവസം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അധികമായി പോലീസുകാരെ അവിടെ വിന്യസിച്ചിരിക്കുന്നു. അവർക്കാണെങ്കിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ പോലും അവിടെ ഉണ്ടായിരുന്നുമില്ല. ഇക്കാര്യമാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോലീസുകാരെ മറ്റും ഒഴിവാക്കാൻ തീരുമാനമാവുകയാണ്. മിഥുൻ പിള്ളയാണ് വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും ചേർന്നത്.